CPIM-ന്റെ ആസ്ഥാന മന്ദിരമായ AKG സെന്റർ മുഖ്യമന്ത്രി പിണറായി വിജയൻ അല്പസമയത്തിനകം ഉദ്ഘാടനം ചെയ്യും. AKGയുടെ പ്രതിമ അനാച്ഛാദനം ചെയ്യും. CPIM ജനറൽ സെക്രട്ടറി MA ബേബി ഉൾപ്പെടെയുള്ള നേതാക്കൾ, LDF-ന്റെ ഘടകകക്ഷി നേതാക്കളൊക്കെ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുക്കും. തീർച്ചയായും ഗ്രീൻ പ്രോട്ടോക്കോൾ പ്രകാരമാണ് പുതിയ AKG സെന്റർ പടുത്തുയർത്തിയിരിക്കുന്നത്. ഇതിൻ്റെ വിവരങ്ങളുമായി ഇപ്പോൾ ഷീജ ചേരുന്നു. ഷീജ, അല്പസമയത്തിനകം ഉദ്ഘാടനം ചെയ്യും CPIM PB അംഗം പിണറായി വിജയൻ. അജിംഷാദ്, തീർച്ചയായും കൃത്യം 5 മണിക്ക് തന്നെ ഇവിടെ AKG സെന്ററിന്റെ ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിക്കുന്നതായിരിക്കും. ഇപ്പോൾ തന്നെ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം എത്രത്തോളം പാർട്ടി പ്രവർത്തകരാണ് ഇവിടേക്ക് ഇതിനകം തന്നെ എത്തിയിട്ടുള്ളത് എന്നുള്ള കാര്യം. മുതിർന്ന പാർട്ടി നേതാക്കൾ തുടങ്ങി സാധാരണ പാർട്ടി പ്രവർത്തകർ വരെയായി നിരവധി പേരാണ് ഇവിടെ തടിച്ചുകൂടിയിരിക്കുന്നത് എന്നുള്ളത് നമുക്ക് ഈ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ വ്യക്തമാണ്. കൃത്യം 5 മണിക്കാണ് പരിപാടി തീരുമാനിച്ചിരിക്കുന്നത്. ഇവിടെ എനിക്ക് മുന്നിൽ കാണുന്ന ഇവരെല്ലാവരും നിൽക്കുന്നതിന് തൊട്ട് മുന്നിലായിട്ടാണ് ഇവിടെ നാട കെട്ടിയിരിക്കുന്നത്. ഈ നാട മുറിച്ചുകൊണ്ടായിരിക്കും AKG സെന്റർ എന്ന് പറയുന്ന CPIM-ന്റെ സംസ്ഥാന ആസ്ഥാനം അതിൻ്റെ ഉദ്ഘാടനം ഔദ്യോഗികമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ PB അംഗം കൂടിയായിട്ടുള്ള മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിക്കുക. അതിനുശേഷം ഇവിടെ നിന്നും നാട മുറിച്ച് നേരെ ഈ കെട്ടിടത്തിന് അകത്തേക്ക് കടക്കുകയാണ്. അകത്തേക്ക് കടന്ന് ഇവിടെ ശിലാഫലകം അനാച്ഛാദനം ചെയ്യുന്നതായിരിക്കും. അതിനൊപ്പം തന്നെ ഇവിടെ നിന്നും കയറുന്ന ഇടത്ത് തന്നെയാണ് AKGയുടെ ഒരു പ്രതിമ കൂടിയുണ്ട്. അവിടെ പുഷ്പം അർപ്പിച്ചതിന് ശേഷമായിരിക്കും ഇവിടെ നിന്നും നേതാക്കൾ എല്ലാവരും തന്നെ ഈ AKG പഠന ഗവേഷണ കേന്ദ്രം, അതായത് സംസ്ഥാന കമ്മിറ്റി ഓഫീസ് നിലവിൽ ഇതുവരെയായി പ്രവർത്തിച്ചു കൊണ്ടിരുന്നത് ഇതിന് നേരെ എതിർവശത്തുള്ള AKG പഠന ഗവേഷണ കേന്ദ്രത്തിലായിരുന്നു. അവിടെ AKG ഹാളിലായിരിക്കും ഇതിൻ്റെ ഉദ്ഘാടനത്തിൻ്റെ പൊതുപരിപാടി നടക്കുക. അവിടെ ഇത് കഴിയുന്ന ഉടൻ തന്നെ നേതാക്കളും അതോടൊപ്പം തന്നെ പാർട്ടി പ്രവർത്തകരും എല്ലാവരും AKG ഹാളിലേക്ക് എത്തിച്ചേരുന്നതായിരിക്കും. അവിടെ ഈ പൊതുപരിപാടി മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യും. അതിൽ CPIM-ന്റെ ജനറൽ സെക്രട്ടറി MA ബേബി, അതോടൊപ്പം തന്നെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ തുടങ്ങി CPIM-ന്റെ മുതിർന്ന നേതാക്കൾക്കൊപ്പം തന്നെ ഇടതുപക്ഷത്തിൻ്റെ മുതിർന്ന നേതാക്കൾ എല്ലാവരും ഈ ഒരു പരിപാടിയുടെ ഭാഗമാകും എന്നുള്ളതാണ് നമുക്ക് ഇവിടെ നിന്നും ഈ ഒരു ഘട്ടത്തിൽ കൂട്ടിച്ചേർക്കാൻ കഴിയുന്നത്. ഏതായാലും 9 നിലകളിലായിട്ടാണ് ഈ AKG സെന്റർ എന്ന് പറയുന്ന CPIM-ന്റെ ആസ്ഥാന മന്ദിരം ഇവിടെ പണി കഴിപ്പിച്ചിരിക്കുന്നത്. ഇതിൽ 2 സെല്ലാർ പാർക്കിംഗ് ഏരിയ ഉണ്ട്. അതോടൊപ്പം തന്നെയാണ് സെക്രട്ടേറിയറ്റ് യോഗം ചേരുന്നതിനും ഒപ്പം സംസ്ഥാന കമ്മിറ്റി യോഗം ചേരുന്നതിനുമായി പ്രത്യേക മുറികൾ സജ്ജമാക്കിയിട്ടുണ്ട്. PB അംഗങ്ങൾക്ക് വേണ്ടി താമസ സൗകര്യവും ഇവിടെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇതിനു പുറമെ ഇവിടെ കൃത്യമായ രീതിയിൽ ഒരു ഹരിത പ്രോട്ടോകോൾ പാലിച്ചുകൊണ്ടുള്ള കെട്ടിടം എന്നുള്ളൊരു പ്രത്യേകത കൂടി ഇതിനുണ്ട്. 2022-ൽ കോടിയേരി ബാലകൃഷ്ണൻ CPIM-ന്റെ സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന സമയത്താണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഈ കെട്ടിടത്തിന്റെ നിർമ്മാണത്തിന് തുടക്കം കുറിക്കുന്നത്. അതാണ് ഇപ്പോൾ പൂർത്തിയായി AKG സെന്റർ എന്ന നിലയിൽ, അതായത് CPIM-ന്റെ സംസ്ഥാന കമ്മിറ്റിക്ക് പൂർണ്ണ തോതിൽ പ്രവർത്തിക്കാൻ സാധിക്കുന്ന ആസ്ഥാന മന്ദിരം എന്ന രീതിയിലേക്ക് ഇപ്പോൾ ഉയർന്നു നിൽക്കുന്നത്. ഏതായാലും ഇതിന് അല്പസമയത്തിനകം തന്നെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇവിടേക്ക് എത്തിച്ചേരുന്നതായിരിക്കും. തുടർന്നായിരിക്കും ഈ നാട മുറിച്ചുകൊണ്ട് ഉദ്ഘാടനം ചെയ്ത് AKG സെന്റർ പൂർണ്ണതോതിൽ പ്രവർത്തനം ആരംഭിക്കുക. അജിംഷാദ്.